അപ്പോൾ നമ്മളൊരു കമ്പനി സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ ആ കമ്പനി സെലക്ട് ചെയ്യാൻ ആവശ്യമുള്ള ചില ഘടകങ്ങൾ നമുക്ക് മെയിനായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്ക്രീനർ എന്നുള്ള സൈറ്റിൽ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് വിഗാർഡിൻ്റെ സെർച്ച് നോക്കാം. അപ്പോൾ വിഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഇതാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന സംഭവങ്ങൾ എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഒന്നാമതായിട്ട് മാർക്കറ്റ് ക്യാപിറ്റൽ, ആ കമ്പനിയുടെ ക്യാപിറ്റൽ ഇപ്പോൾ 11,396 കോടിയാണ് ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ. അടുത്തതായിട്ട് അവിടെ കാണാൻ കഴിയും കറണ്ട് പ്രൈസ്. കറണ്ട് പ്രൈസ് എന്താണ്? ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ എത്ര രൂപക്കാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ 265 രൂപക്കാണ് ഇന്ന് ജൂലൈ 3 കമ്പനിയുടെ ഷെയർ പ്രൈസ് ഉള്ളത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഹൈ ലോ എന്നുണ്ടല്ലേ, അവിടെ ഹൈ 285ഉം ലോ 159ആണ്. ലാസ്റ്റ് 52 വീക്സിൽ ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് എത്ര ഹൈ പോയി, ലാസ്റ്റ് 52 വീക്സിൽ ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് എത്ര ലോ പോയി? ഈ ഒരു കേസിൽ 285 ആയിരുന്നു ഹൈ പ്രൈസ്, 159 ലോ പ്രൈസ്. ഇപ്പോൾ നിൽക്കുന്ന പ്രൈസ് എത്രയാണ്? 265. ബുക്ക് വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്പനി പൂട്ടിപ്പോവാണെന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡറിന് എത്ര രൂപ കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 28.1. അപ്പോൾ കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡറിന് കിട്ടാൻ പോകുന്ന പ്രൈസ് 28.1 രൂപയാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു കമ്പനിയുടെ ഇപ്പോൾ കമ്പനി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കമ്പനിയുടെ ടോട്ടൽ അസറ്റ് ഫുള്ള് സെല്ല് ചെയ്തു. അസറ്റ് എന്ന് പറഞ്ഞാൽ സമ്പാദ്യം, അത് മൊത്തം സെല്ല് ചെയ്തു. ലയബിലിറ്റീസ് മൊത്തം കൊടുത്തു തീർത്തു. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബാധ്യതയൊക്കെ കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ച് നൽകുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും? 28.1. അതായത് ബുക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഇതാണ് ബുക്ക് വാല്യൂ. അടുത്തതായിട്ട് സ്റ്റോക്ക് പി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ. ഈ വിഗാർഡിൻ്റെ കേസിൽ 57.3 ആണ് പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ ഏണിംഗ് പെർ ഷെയർ EPS കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ഒരു സ്റ്റോക്ക് PE കിട്ടും. ഏണിംഗ് പെർ ഷെയർ EPS എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കി ആ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് തുല്യമായിട്ട് വീതിച്ച് നൽകിയാൽ ഒരാൾക്ക് എത്ര കിട്ടും? അതാണ് സ്റ്റോക്ക്